ഹായ് നമസ്കാരം. ഇന്ന് നമ്മളെ ഈ ടൈലിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കാനാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. അതായത് ഈ ടൈൽസിൻ്റെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ് ടൈൽ ഫസ്റ്റ് ക്വാളിറ്റി ആണോ സെക്കൻഡ് ക്വാളിറ്റി ആണോ എന്നുള്ളത്. ആക്ച്വലി ടൈലിൽ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയുന്ന സംഭവങ്ങളില്ല. അതായത് നമ്മൾ മാർക്കറ്റിലെ മറ്റ് പ്രൊഡക്റ്റുകളുടെ ഇതിൻ്റെ പ്രൊഡക്ഷനെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു എന്താ പറയുക, അത്രയും അറിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ ചോദിക്കുന്നത്. പൊതുവെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞ ഫസ്റ്റ് ക്വാളിറ്റി ആണോ സെക്കൻഡ് ക്വാളിറ്റി ആണോ, നിങ്ങൾ അതുകൊണ്ടാണോ റേറ്റ് കുറച്ച് കൊടുക്കുന്നത്, അതുകൊണ്ടാണോ ഇനി ക്വാളിറ്റി കൂടിയതുകൊണ്ടാണോ റേറ്റ് കൂട്ടി കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ പല ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ടൈലിൽ പ്രധാനമായിട്ടും ഈ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെയൊന്നും ഇല്ല. അതിന് പകരം ടൈലിൽ പ്രധാനമായിട്ട് ഇതിൻ്റെ ക്വാളിറ്റീനെ തരംതിരിച്ചിരിക്കുന്ന പ്രീമിയം, കൊമേഴ്സ്യൽ, സ്റ്റാൻഡേർഡ്, ഇങ്ങനെ 3 രീതിയിലാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ടൈല് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പെർഫെക്ഷനും അതിൻ്റെ സ്ട്രെങ്ത് എല്ലാം വരുന്നത് നോക്കിയിട്ടാണ് ഇതിനെ തരംതിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പെർഫെക്ഷൻ, ഇപ്പോൾ ഒരു 90 to 100% പെർഫെക്ഷൻ വരുന്ന സ്ട്രെങ്ത്തും കാര്യങ്ങളെല്ലാം വരുന്ന ടൈലിനെ നമ്മൾ പ്രീമിയം കാറ്റഗറിയിലേക്ക് മാറ്റും. ഈ പ്രീമിയം കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് 100% കമ്മിറ്റ്മെൻറ്റോടുകൂടി നമുക്ക് തരാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. കാരണം അതിന് ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇനി അടുത്ത സെഗ്മെൻറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയത്തിൻ്റെ അത്ര പെർഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതിനെന്തെങ്കിലും ഒരു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു കുറവുണ്ടാവും. അതുകൊണ്ട് അതിനെ സ്റ്റാൻഡേർഡിലേക്ക് മാറ്റും. ഇനി അതേപോലെ കൊമേഴ്സ്യൽ എന്ന് പറയുന്നത് തീരെ പെർഫെക്ഷൻ ഇല്ലാത്ത എന്താ പറയുക, സ്റ്റാൻഡേർഡായിട്ട് പോലും നമുക്ക് കരുതാൻ പറ്റാത്ത ടൈലുകൾ അതിൻ്റെ പ്രൊഡക്ഷൻ സമയത്ത് മാറ്റിയിട്ട് അതിനെ കൊമേഴ്സ്യലിലേക്ക് മാറ്റും. അപ്പോൾ ഈ 3 രീതിയിലാണ് നമുക്ക് ടൈലുകൾ അതിൻ്റെ ക്വാളിറ്റി വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളിപ്പോൾ ഏത് ബ്രാൻഡാണെങ്കിലും, ഇപ്പോൾ നിങ്ങൾക്ക് വലിയ ബ്രാൻഡുകളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു പേരുള്ള ഒരു ടൈൽ കമ്പനി അങ്ങനെ ഒരു ബ്രാൻഡാണെങ്കിൽ പോലും അത് പ്രീമിയം ആണോ എന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. കാരണം അതിന് കംപ്ലയിൻസും കാര്യങ്ങളൊന്നും വരാൻ സാധ്യത വളരെ കുറവായിരിക്കും. മാത്രമല്ല അതിന് നമുക്കൊരു 100% കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റും ആ ടൈൽ. അതിന് പകരം നിങ്ങളിപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് ഇപ്പോൾ ഭയങ്കര വിലയൊക്കെ കുറച്ച് നിങ്ങൾക്ക് തരുവാണ്, ഭയങ്കര ഒരിക്കലും മാർക്കറ്റിൽ കിട്ടാത്ത റേറ്റിലൊക്കെ നിങ്ങൾക്ക് തരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക അത് സ്റ്റാൻഡേർഡ് ആണോ അതേപോലെ കൊമേഴ്സ്യൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. കാരണം ഈ സ്റ്റാൻഡേർഡ് കൊമേഴ്സ്യൽ ആണെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളത് കൊണ്ടുപോയി ലേ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കളർ വേരിയേഷനോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ബ്രേക്കേജ് ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം ചെക്ക് ചെയ്യാം. അപ്പോൾ ടൈല് ഈ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നവരുടെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ടും പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഏത് കടയിൽ പോയി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇനി ഏത് ബ്രാൻഡഡ് ഇപ്പോൾ നിങ്ങൾ പേര് കേട്ടിട്ടില്ലാത്ത ടൈലോ ഏത് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിലും അത് പ്രീമിയം ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ പ്രീമിയം ആണോ എന്ന് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ടൈൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ ടൈലിൻ്റെ മുകളിൽ കൃത്യമായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു സൈഡിൽ ലേബൽ ചെയ്തിട്ടുണ്ടാവും അത് പ്രീമിയം ആണോ സ്റ്റാൻഡേർഡ് ആണോ അതല്ല കൊമേഴ്സ്യൽ ആണോ എന്ന് ലേബൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടൈൽ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ പ്രീമിയം, സ്റ്റാൻഡേർഡ്, കൊമേഴ്സ്യൽ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ടൈലൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.